അത് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കണം എന്ന് കരുതി VS ബോധപൂർവം ഒരു കൾട്ട് സൃഷ്ടിച്ചു എന്നെനിക്ക് അഭിപ്രായം ഇല്ല. VSനോട് എല്ലാ ആദരവ് വെച്ചുകൊണ്ടും അത്രയും പ്രാപ്തി അദ്ദേഹത്തിന് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ചിലപ്പോൾ കാണുമായിരിക്കാം. പക്ഷെ അദ്ദേഹത്തിന് ഒരു PR സംവിധാനമോ അങ്ങനെയുള്ള സഹായികളോ ഒന്നും ഈ വിഷയത്തിൽ ഉണ്ടായി കാണില്ല. പക്ഷേ അവിടെ കാണുന്ന ഓരോരുത്തരും TV റിപ്പോർട്ടർമാർ മൈക്ക് നീട്ടുമ്പോൾ അവർ പറയുന്നത് VSനെ ഒരു നോക്ക് കാണണം. അതൊരു വല്ലാത്ത ആഗ്രഹമില്ലേ? ഒരു നേതാവിനെ ഇനിയും അദ്ദേഹത്തെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് അവസാനമായി ഒരു നോക്ക് കാണണം. ഇനി അഥവാ തിരക്കിൽ അതിന് കഴിയാതെ പോയാൽ ആ ആൾക്കൂട്ടത്തെങ്കിലും ഒന്ന് കാണണം. അതിൽ നിന്ന് അതൊന്ന് അവർക്ക് അനുഭവിക്കണം. അങ്ങനെ ഒരു നേതാവ് സമീപകാലത്ത് കേരളത്തിലുണ്ടായിട്ടില്ല. അത് VS സ്വയം സൃഷ്ടിച്ചതാണോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. നമുക്ക് ആധുനിക കാലത്തെ ജനാധിപത്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി പൊതു ഇടങ്ങളിലേക്ക് ജനങ്ങൾ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ്. അവർ വീടുകളിലേക്ക് ഒതുങ്ങിക്കൂടുകയാണ്. ഇപ്പൊ ഞാൻ എൻ്റെ ഓഫീസ് മുറിയിലിരുന്ന് TV മുഴുവൻ കാണുന്നുണ്ട്. ഞാൻ നേരിട്ട് ഏതെങ്കിലും ഒരു പോയിന്റിൽ പോയി നിന്നാൽ കാണാൻ കഴിയുന്നതിനേക്കാൾ ഭംഗിയായി വ്യക്തതയോടെ ചാനലിൽ ഈ ദൃശ്യങ്ങൾ കാണുന്നു, കമന്ററി കേൾക്കുന്നു, പത്രം വായിക്കുന്നു. അത് ചെയ്താൽ പോലെ. പക്ഷെ അവിടെ പോയി തിങ്ങിക്കൂടിയിരിക്കുന്ന ഇപ്പോൾ വിലാപയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ പോയിന്റിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കറിയില്ല. എപ്പോഴാണ് ആ വണ്ടി മുന്നോട്ട് പോവുക? ബസ്സിനൊപ്പം ആളുകൾ നടക്കുകയാണ്. പണ്ട് പ്ലാറ്റോയുടെ ജീവിതത്തിൽ എഴുതിയ ബിൽ ഡ്യൂറന്റ് പറഞ്ഞിട്ടുണ്ട്. പ്ലാറ്റോയുടെ ഫ്യൂണറൽ പ്രൊസഷൻ, ഓൾ ഏതൻസ് walked with him to the grave. അതാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ആ വാഹനം പുറപ്പെട്ടപ്പോൾ മുതൽ ആളുകൾ കൂടെ നടക്കുകയാണ്. ആ നടപ്പിന്റെ സ്പീഡിലാണ് വണ്ടി മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോ ജനകീയരായ നേതാക്കന്മാർ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് AKGയും EMSഉം നായനാരും ഒക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു അവസ്ഥയിൽ ഇപ്പോൾ ഇന്ന് കേരളം നിൽക്കുകയാണ്. അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു നേതാവിനെ ജനങ്ങൾക്ക് ആവശ്യമുണ്ടാകും. അത് എപ്പോഴും കിട്ടിയെന്ന് വരില്ല. അത്യപൂർവമായി ഇപ്പോൾ ഒരു നേതാവിനെ അവർ കണ്ടിരിക്കുന്നു. ആ നേതാവിനെ അതിനടുത്ത രീതിയിൽ, അതിന് അനുസൃതമായ രീതിയിൽ ഒരു യാത്രയയപ്പ് നൽകണം എന്ന ഒരു ആഗ്രഹം അവരുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നു. അതിന്റെ കാവ്യഭംഗിയോ പ്രാസ പൊരുത്തമൊന്നും ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അത് ഒരു യഥാർത്ഥമായ ഹൃദയത്തിൽ നിന്ന് വരുന്ന യഥാർത്ഥമായ ഒരു വികാരത്തിന്റെ പ്രതിഫലനമാണ് ആ വാക്കുകൾ. അത് ഒരാൾ വിളിച്ചു, അതിൽ അവസാനിക്കുന്നില്ല. അതിപ്പോ ഇന്ന് കേരളത്തിന്റെ മൊത്തത്തിലുള്ള വിളിയായി മാറിയിരിക്കുകയാണ്. കേരളത്തിന്റെ മൊത്തത്തിലുള്ള ഒരു വിലാപം ആയി മാറിയിരിക്കുകയാണ്. അങ്ങനെ ഒരു വികാരം ഒരു ജനതയ്ക്ക് മൊത്തത്തിൽ പ്രകടിപ്പിക്കാൻ അവർ നിർബന്ധിതരായി എന്നുള്ളത് തന്നെ VS എന്നത് ഒരു സാധാരണ കൾട്ടിനും അപ്പുറത്ത് നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയിട്ടുണ്ട്.